ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹൗസ് വൈഫ്സിന് പിന്നെ വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാർക്ക് എങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാവുന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തല ചീവി എടുക്കാവുന്നതാണ്. പിന്നെ ജട കെട്ടിയിട്ടുണ്ടാകും. നമ്മൾ പുറത്ത് പോയി വന്നത് ഇല്ലെങ്കിൽ ഫങ്ഷന് പോയി വന്നതോ അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന നേരത്ത് കെട്ടി നിൽക്കുമ്പോൾ അത് ജടയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു പല്ലകല ഒരു ചീർപ്പെടുത്തിട്ട് ഇങ്ങനെ ചിക്ക് വിടർത്താവുന്നതാണ്. പിന്നെ മെല്ലെ മെല്ലെ ചീകി എടുക്കാവുന്നതാണ്. ഇങ്ങനെ മെല്ലെ പതുക്കെ ചീകണം. ഒരു മുടിയിലൊരു ജടയും ഉണ്ടാവാൻ പാടുള്ളതല്ല. പതുക്കെ ഒന്ന് ചീകി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നോർമൽ ചീർപ്പ്, നിങ്ങൾ ഏത് ചീർപ്പ് എടുക്കുന്നോ അത് എടുത്തിട്ട് ഒന്ന് തല ചീവി കൊടുക്കാവുന്നതാണ്. മുടിയിലത്തെ ജടയൊക്കെ മാറ്റി പിന്നെ ഒരിക്കൽ ചീവി കൊടുക്കാം. ഇങ്ങനെ ചീകിയിട്ട് വിടാവുന്നതാണ്. ചെറിയൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു പോനി ടെയിലോ ഇല്ലെങ്കിൽ ബ്രെയ്ഡായിട്ടോ ഇടാവുന്നതാണ്. നേരെടുത്തും ചീവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്തിന് ഏത് സൂട്ടാവണോ അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈല് ഫോളോ ചെയ്യാവുന്നതാണ്. വേനൽക്കാലത്ത് എപ്പോഴും ബൺ കെട്ടി എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ബ്രെയ്ഡാണ് ഇടുന്നത്, സിമ്പിളായിട്ടുള്ളത്. ഇങ്ങനെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇങ്ങനെ മുടി നീറ്റായിട്ട് ജടയില്ലാണ്ട് ഒതുങ്ങിയിരിക്കും. ബ്രെയ്ഡ് ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റ്സിൽ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനൊരു പൗഡറാണ് ഉപയോഗിക്കുന്നത്, ഫേസ് പൗഡർ. അപ്പോൾ ചെറുതായി ഇങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ മുഖത്ത് മാത്രം തടവി കൊടുക്കാം. നിങ്ങൾക്ക് കോമ്പാക്റ്റും ഉപയോഗിക്കാം, പക്ഷെ കോമ്പാക്റ്റ് ഇടാത്തത് നല്ലതാണ്. വേനൽക്കാലത്ത് അത് അത്ര ഒന്നും വേർപ്പ് അധികം ഉണ്ടാക്കും കോമ്പാക്റ്റ് പൗഡേഴ്സ്. അപ്പോൾ ലൂസ് പൗഡർ ആകുമ്പോൾ നമുക്കൊന്ന് കൂളിംഗ് എഫക്റ്റും കിട്ടുന്നതാണ്. നമ്മുടെ ഫേസിൽ അധികമൊന്നും ഡസ്റ്റ് ഇരിക്കാണ്ട് ഫ്രീ ആയിട്ടിരിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ഐലൈനർ ഇല്ലെങ്കിൽ ഐബ്രോ പെൻസിൽ എന്ന് പറയും. ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലൈറ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഒരു ഐബ്രോ എഴുതി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇവിടെ ഒരു കൺമഷിയാണ് എടുക്കുന്നത്. കൺമഷി ഇങ്ങനെ ഇതിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ഇനി ഷെയ്ഡായിട്ടില്ലെങ്കിൽ ചെറുതായി നമുക്ക് പിന്നെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ
സ്മഡ്ജ് പ്രൂഫ് ഇല്ലാണ്ട് ഒരു കാജൽ വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഐലൈനർ എഴുതിയാലും നിങ്ങളുടെ ഇഷ്ടം, ഐലൈനർ എഴുതി കൊടുക്കാവുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് ലിപ്പ് കളർ ഇഷ്ടപ്പെടുന്നു ആ ലിപ്പൊന്ന് എഴുതി കൊടുക്കാവുന്നതാണ്. ഇതിന് ചുണ്ടിന് ഒരു ക്രാക്കൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ വീട്ടിലേത് പൊട്ട് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. സിമ്പിൾ ഒരു പൊട്ടാണ് ഞാൻ വയ്ക്കുന്നത് ഇവിടെ. ഒരു ഇങ്ങനെ. പിന്നെ ഞങ്ങളുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇല്ലെങ്കിൽ ഇങ്ങനെ താലിമാലയോ വേറെ ഏത് മാല നിങ്ങൾ ഉപയോഗിക്കുന്നോ അതൊന്ന് ഡ്രസ്സിലിങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതാണ് സിമ്പിൾ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഡെയിലി ഈവനിങ് ആയിട്ട് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് റുട്ടീനും പിന്നെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മേക്കപ്പ് ലുക്ക്, ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.